അത്തച്ചമയത്തെ എപ്പോഴും വ്യത്യസ്തമാക്കുന്നത് കൂടുതലും പ്ലോട്ടുകളാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്ലോട്ടുകളാണ് എല്ലാ കൊല്ലവും അത്തച്ചമയത്തെ വേറിട്ടതാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു പ്ലോട്ടാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആടുജീവിതം സിനിമയെ പ്രമേയമാക്കിക്കൊണ്ട് നജീബും അതോടൊപ്പം തന്നെ നജീബിനൊപ്പമുള്ള ഒരു പറ്റം ആട്ടിൻകൂട്ടങ്ങളുമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കാക്കൂർ സ്വദേശികളാണ്. നമുക്ക് അവരോട് ചോദിക്കാം. മലയാളിയായ ഈ നജീബ് എന്ന് പറഞ്ഞ പുള്ളി അനുഭവിച്ച വേദന ജനങ്ങളിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഞങ്ങളുടെ ഒരു മലയാളിയാണല്ലോ, പിന്നെ ആൾക്കാർ വായിച്ച നോവൽ, പിന്നെ 9 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഇത്, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. നിങ്ങളുടെ ആ ഒരു നാടിനെ വ്യത്യസ്തമാക്കുന്നുണ്ടല്ലോ ഒരു കാക്കൂർ കാളയൊക്കെ, അതിനെക്കുറിച്ച്? കാക്കൂർ കാളവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉത്സവമാണ്. അവിടെ ഒരു മാസക്കാലം ഈ ഉത്സവമാണ്. അതിനെ പ്രതികരിച്ച് അവിടെ ഈ ഘോഷയാത്രയിൽ ഞങ്ങൾ ടാബ്ലോ ചെയ്യാറുണ്ട്. കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ. എന്തായാലും പാട്ട് കലക്കി അവർ ഈ ടാബ്ലോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ അത്തച്ചമയത്തിൽ അവർ പങ്കെടുക്കാൻ പോവുകയാണ്. ഒരു മഴയൊക്കെ മഴ പെയ്ത് വലിയ പ്രശ്നമാവും. മരുഭൂമിയിൽ മഴ പെയ്ത അവസ്ഥയായി. മരുഭൂമിയിൽ മഴ പെയ്തപ്പോൾ തണുത്തണൊക്കെ. അതെ അതെ. ഇപ്പൊ ഈ ചരലൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു മാസങ്ങളോളം ഞങ്ങൾ വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിന് പ്രയോജനമില്ലാതെ പോയി. അത് ജഡ്ജ്മെന്റ് ചിലപ്പോൾ ഒരു പക്ഷേ അത് കാണുമായിരിക്കും. മഴ പെയ്തുകൊണ്ട് അവർക്ക് അറിയാലോ. അപ്പോൾ അത് പ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ ഈ ഒരു അത്തത്തിന് ഇത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടൊരു പ്ലോട്ടുമായിട്ട് എത്തിയത്. കാക്കൂരുകാരാണ്. നമുക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നേരാം.